ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഒരു കസേരയിൽ ചാരി കിടക്കുകയായിരിക്കും. അപ്പോൾ വേദ ചെന്നിട്ട് ചോദിക്കും, വിക്രം, നിങ്ങൾക്കിന്ന് കിട്ടിയത് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. എന്നെ ഒരിക്കൽ പോലും നിങ്ങൾ ഭാര്യയായിട്ട് വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറയാതിരുന്നേ. എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു അത്. ആ ചാൻസ് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ. എന്നേതായാലും വിക്രം മിണ്ടാതിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനർത്ഥം ഞാൻ പറയുന്നത് വിക്രം സമ്മതിക്കുന്നു എന്നല്ലേ. മറിച്ച് പറഞ്ഞെങ്കിലേ ഞാനാകെ ചമ്മിപ്പോയേനെ എന്ന് പറഞ്ഞ് നാണിച്ച് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നിങ്ങൾക്ക് എന്നോട് വല്ല ഇഷ്ടവും തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുന്നതും നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പിറകെ വേദയുണ്ട്, വിക്രം ഒന്ന് പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുമ്പോഴും വിക്രം അതൊന്നും കേൾക്കാതെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോവാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ നന്ദിനി അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത്. നന്ദിനിയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നന്ദിനി ചോദിക്കും, എന്ത് ചോദ്യത്തിനാ അവൻ ഉത്തരം തരാത്തത് എന്നങ്ങ് ചോദിക്കുന്നത് നമ്മുടെ വേദ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലാണേ. അതോ ബാലരാമപുരത്തെ കോയമ്പത്തൂർ മുല്ലപ്പൂ കിട്ടും, 4 മുഴം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞതാ. കുറച്ച് മുടിയിലും ചൂടാം, ബാക്കിയുള്ളത് കട്ടിലും വിതറാം. മുടിയിൽ ചൂടാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു, പക്ഷേ കട്ടില് വിതരാൻ അതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറയാട്ടോ. വിക്രം ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയും, അയ്യടാ അവളുടെ ഒരു റൊമാൻറ്റിക്, നിന്നെയൊക്കെ എന്നാ വിക്രം പുറത്തേക്ക് എറിയ എന്ന് നോക്കിക്കോ. അതൊന്നും ഇല്ലെന്നേ. ഇന്നിവിടെ എത്രയൊക്കെ ബഹളം നടന്നിട്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചോ വിക്രം? ഇല്ലല്ലോ എന്ന് ചോദിക്കട്ടെ വേദ. ശരിക്കും എന്നോട് വലിയ കാര്യ, അത് പുറത്ത് കാണിക്കാഞ്ഞിട്ടാന്ന് വേദ പറയുമ്പോൾ, അയ്യോടാ ഈ കാട്ടിൽ വെച്ച് നടന്നെന്ന് പറയുന്നതൊക്കെ നിന്റെ ഭാവനയാന്ന് പറയാണ് നന്ദിനി. അയ്യോ, അതപ്പോഴേക്കും കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അതൊക്കെ ഞാൻ നന്ദിനി അടുത്തിനോട് വെറുതെ പറഞ്ഞതാ, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് നന്ദിനി. അല്ലെങ്കിൽ ആരാ ഇത്രയും വലിയ പുളു കേട്ട വിശ്വസിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ വേദ ചോദിക്കും, നന്ദിനി അടുത്ത് വിശ്വസിച്ചില്ലേ? അയ്യോടാ ഞാനൊന്നും വിശ്വസിച്ചില്ല എന്ന് പറയണേ. എനിക്ക് പിന്നെ അവിടെ നടന്നത് നീ ശരിക്കും പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒരു റൊമാൻസ് എനിക്ക് കേൾക്കണ്ടെന്ന് പറയണേ നന്ദിനി. റൊമാൻസ് അല്ല, അവിടെ നടന്നത് ഇടിയാ, നല്ല പൊരിഞ്ഞ അടി എന്ന് പറയുമ്പോൾ നന്ദിനിക്കൊന്ന് പേടി തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ ഞങ്ങളെ പിടിച്ച് കെട്ടിയിരുന്നതേ ഒരു കാടിന്റെ അടുത്തുള്ള കെട്ടിടത്തിലാ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഓടിയത് കാട്ടിലേക്ക് തന്നെയാ. അവിടെ വെച്ച് ഞാനും വിക്രമും വഴി പിരിഞ്ഞു പോയി. ഞാനാണെങ്കിൽ പേടിച്ച് വിക്രമിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ പിറകെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട എന്റെ മുന്നില്, ഞാനാണെങ്കിൽ തനിച്ചു. ഞാനാകെ പേടിച്ച് വിറച്ചു പോയി എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ നന്ദിനി പറയും, നിന്നെ എന്നിട്ട് ആ ഗുണ്ട ഒന്നും ചെയ്തില്ലേ? സത്യം പറ മോളെ, നിന്നെ എന്നിട്ട് ആ ഗുണ്ട ഒന്നും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയും, ആ ഗുണ്ട എന്നെ പിടിക്കാനായി കൈ തോളത്തിങ്ങനെ വെക്കാൻ പോയതും എവിടുന്നാന്നറിയില്ല വിക്രം വന്ന് ഒറ്റ അടിയാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ ഒരു കവിളിലടിക്കും. പിന്നെയും വിക്രം ഇടത് കൈ കൊണ്ട് മാറി മറ്റേ കവിളിലടിക്കും. അങ്ങനെ നമ്മുടെ നന്ദിനിക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട്. എന്നിട്ട് വായ പൊത്തിയിട്ട് നന്ദിനിയെ ഇങ്ങനെ വളച്ചു പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ ഗുണ്ട എന്നെ ഒന്നും ചെയ്തില്ല എന്ന്? മനസ്സിലായി എന്ന് പറയാണ്. എന്നിട്ട് വേദ നന്ദിനിയുടെ കാല് തൊട്ട് വന്നിക്കുന്നുണ്ട് കേട്ടോ. മൂത്തവരെ തല്ലിയാലേ നമുക്ക് ശിക്ഷ കിട്ടും, അതുകൊണ്ടാ കാല് പിടിച്ചത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദിനി അങ്ങ് പോവാട്ടോ. എന്നിട്ട് നേരെ വന്നിട്ട് റൂമിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ, എന്തൊരു വേദനയാ. എന്തായാലും നിറമില്ലാത്തത് നന്നായി. അവൾ അടിച്ചതിന് പാട് കാണാതിരിക്കാൻ ഈ കളറാ നല്ലത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണേ.